ആ ഉഗ്രമൂർത്തി നിനക്ക് വിരോധമായി, നിൻ്റെ ആത്മീക ഭൗതിക മുന്നേറ്റത്തിന് വിരോധമായി നിൽക്കുന്ന നിൻ്റെ ശത്രുക്കളും നിന്നെ ഇഷ്ടമില്ലാത്തവരും സേവിക്കുന്ന ആ ഉഗ്രമൂർത്തി പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന നിനക്ക് മുമ്പിൽ മൂക്കും കുത്തി വീഴുവാൻ പോകുന്നു. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമൻ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം ശമൂവേൽ പ്രവാചകൻ്റെ 1-ാമത്തെ പുസ്തകം 5-ാം അധ്യായം 2, 3, 4 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കട്ടെ. ഫെലിസ്ത്യർ ദൈവത്തിൻ്റെ പെട്ടകമെടുത്ത് ദാഗോൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ടുചെന്ന് ദാഗോൻ്റെ അരികെ വച്ചു. പിറ്റേന്നാൾ രാവിലെ അസ്തോദ്യർ എഴുന്നേറ്റപ്പോൾ ദാഗോൻ യഹോവയുടെ പെട്ടകത്തിൻ്റെ മുമ്പിൽ കവിണ്ണ് വീണ് കിടക്കുന്നത് കണ്ടു. അവർ ദാഗോനെ എടുത്ത് വീണ്ടും അവൻ്റെ സ്ഥാനത്ത് നിർത്തി. പിറ്റേന്നാൾ രാവിലെ അവർ എഴുന്നേറ്റപ്പോൾ ദാഗോൻ യഹോവയുടെ പെട്ടകത്തിൻ്റെ മുമ്പിൽ കവിണ്ണ് വീണ് കിടക്കുന്നത് കണ്ടു. ദാഗോൻ്റെ തലയും അവൻ്റെ കൈപ്പത്തികളും ഉമ്മരപ്പടിമേൽ മുറിഞ്ഞ് കിടന്നു. ദാഗോൻ്റെ ഉടൽ മാത്രം ശേഷിച്ചു. ഈ 2025 തുടക്ക സമയത്ത് ഞങ്ങൾക്കൊരു പാസ്റ്റേഴ്സിൻ്റെ ഒരു കൂട്ടായ്മയുണ്ട്. പ്രഷർ ഫാമിലിയുമായി ബന്ധപ്പെട്ടായിരിക്കുന്നവർക്കറിയാം. അങ്ങനെ അതിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു പാസ്റ്റർ ഒരു പുതിയ പ്രവർത്തനവുമായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തി, തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലം, തമിഴ്നാട് പക്ഷേ കേരളത്തിൻ്റെ അതിർത്തിയുമാണ്. അപ്പോൾ അവിടെ ഒരു പുതിയ പ്രവർത്തനവുമായിട്ട് പോകുന്നു. ഒരു സഭ സ്ഥാപിക്കുക. ഒത്തിരി വിശ്വാസികളുണ്ട്. പക്ഷേ ഇദ്ദേഹം സഭ തുടങ്ങുവാനായിട്ട് തിരഞ്ഞെടുത്ത സ്ഥലം, ആ സ്ഥലത്തിനൊരു പ്രത്യേകത, അവിടെ ഈ വിധത്തിലുള്ളൊരു ഉഗ്രമൂർത്തി എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രമെന്ന് പറയാൻ പറ്റത്തില്ല, ക്ഷേത്രമല്ല. ഈ തമിഴ്നാട്ടിൻ്റെ പ്രദേശങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരുമാതിരി ഒരു ചെറിയ പരിപാടി. അപ്പോൾ അവിടെ ഒരു പഴയൊരു വീടുണ്ട്. ആ വീടിനോട് ചേർന്നൊരു മതിൽ, തുറസായ സ്ഥലത്താണ് ഒരു മതിലുണ്ട്. ആ മതിലിൻ്റെ വശത്ത് ഇങ്ങനെ ഒരു മൂർത്തി, അതിൻ്റെ പേരൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുള്ള ദേവീ ദേവ സങ്കല്പങ്ങൾ അതൊന്നുമല്ല, വേറെ എന്തോ ഒരു സംഭവമാണ്. ഒരു കറുത്ത കല്ലിലുള്ള ഒരു രൂപം, ഒത്തിരി പഴക്കമുള്ളതാണ് കേട്ടോ. അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ വന്ന് പൂജിക്കും. അപ്പോൾ ഭയങ്കര സംഭവമായിട്ടുള്ളതാണ്. അവിടുത്തെ പ്രശ്നം, ഈ പ്രദേശത്ത് ഒത്തിരി വിശ്വാസികളുണ്ട്. ക്രിസ്ത്യാനികളായ പെന്തക്കോസ് അനുഭാവമുള്ള ഒത്തിരി വിശ്വാസികളുണ്ട്. അപ്പോൾ പല തവണ അതിൽ പലരും അവിടെ ഒരു കൂട്ടായ്മ, ഒരു സഭ തുടങ്ങണമെന്ന് ആഗ്രഹിച്ച് പലരും പോയി സഭയുടെ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകും. അപ്പോൾ അവർ പല നിലകളിൽ ആദ്യമൊക്കെ ഭീഷണിപ്പെടുത്തും, പിന്നെ ഈ വിശ്വാസികളെ ഭീഷണിപ്പെടുത്തും, പിന്നെ അത് കഴിഞ്ഞ് ഈ പറഞ്ഞ ഉഗ്രമൂർത്തിയുടേതായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ, അതൊക്കെ കൊണ്ട് ഇത് മുൻപോട്ട് നടത്തിക്കൊണ്ട് പോകുവാനായിട്ട് കഴിയാതെ വരും. അങ്ങനെ ഒത്തിരി പേർ ശ്രമിച്ചു പരാജയപ്പെട്ട സ്ഥലത്താണ് നമ്മുടെ ദേവദാസൻ പോകുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, ദേവദാസൻ പോകുന്നു. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെ സംഭവിച്ചത്. ആദ്യം വന്ന് പറഞ്ഞു ഇവിടെ അതൊന്നും പറ്റത്തില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ അങ്ങനെ ഒരു വിലക്കിൻ്റെ ആവശ്യമില്ലല്ലോ, ഞങ്ങൾ നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടോ ശല്യങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല, ഞങ്ങൾ പതുക്കെ ഞങ്ങളുടെ ഒരു വിശ്വാസം അതുമായിട്ട് മുൻപോട്ട് പോകാൻ നിങ്ങൾക്കൊരു ദോഷവും വരത്തില്ല. അപ്പോൾ അവർ പോയിട്ട് അടുത്ത് വിശ്വാസികളെ ഭീഷണിപ്പെടുത്തുവാനായിട്ട് തുടങ്ങി. വിശ്വാസികളോടൊക്കെ പറഞ്ഞു നിങ്ങളവിടെ പോകരുത്, നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകും. അപ്പോൾ പാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളോട് ചോദിച്ചു പാസ്റ്ററെ എങ്ങനെയാണിത് മുമ്പോട്ട് കൊണ്ടുപോകണോ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പാസ്റ്റർ ധൈര്യമായിട്ട് തുടങ്ങിക്കോ, നമുക്ക് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം. പ്രഷർ ഫാമിലിക്കൊപ്പം ഉള്ളവർക്ക് അറിയാമല്ലോ, നമ്മൾ ഒരുമിച്ചിരുന്ന് ഉപവസിക്കുന്നതല്ല, പല ഇടങ്ങളിലിരുന്ന് നിങ്ങൾക്കും ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ കഴിയും. ഏത് മന്ത്രവാദിയും ഏത് ഉഗ്രമൂർത്തിയും ആ പ്രാർത്ഥന ഉപവാസം തകർക്കും. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. നോക്കൂ, അങ്ങനെ ഉപവാസം തുടങ്ങി. പ്രഷർ ഫാമിലി നമ്മൾ ക്രമീകരിക്കുന്നത് പോലെ ഉപവാസത്തോടെ ആയിരിക്കുന്നു. മറ്റ് പല സ്ഥലയിടങ്ങളിലും ദേവദാസന്മാർ ഉപവാസത്തോടെ ആയിരിക്കുന്നു. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള മീൻസ് ചെറുതല്ലാത്ത വെല്ലുവിളി എന്ന് തന്നെ പറയാം ഉണ്ടാകുന്നു. വിശ്വാസികൾക്ക് ഒരാഴ്ച വരുന്നവർക്ക് അടുത്ത ആഴ്ച കടന്നു വരുവാനായിട്ട് കഴിയുന്നില്ല. ഇതിനിടയ്ക്ക് ഈ തുടങ്ങിയ പ്രവർത്തനം, ആ ആലയം ഒരു ഹാളായിട്ടാണ് തുടങ്ങിയത്, അത് പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പോൾ ഈ അതിർത്തി ഗ്രാമങ്ങളിലൊക്കെ അറിയാമല്ലോ, ഭയങ്കര ഇമോഷണലായിട്ട് ആളുകൾ ഈ കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പോൾ അത് ആർക്കും ഒന്നും സംസാരിച്ച് ശരിയാക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തി. ഏകദേശം ഒരു ഡിസംബർ മാസത്തിൻ്റെ സമയത്താണെന്ന് തോന്നുന്നു. ആ ഇടയ്ക്ക് മഴയില്ലായിരുന്നു, ഒറ്റ മഴ.
ഒരു ഉച്ചയ്ക്ക് ശേഷം പെയ്ത മഴ. വർഷങ്ങളായിട്ട് ഈ മതിലിൻ്റെ ചൂട്ടിലിരിക്കുന്ന ആ ഉഗ്രമൂർത്തി അത് മൊത്തത്തോടെ മറിഞ്ഞു മൂട്ടി വീഴുന്നു. അന്ന് തൊട്ട് ആലയം പൊളിപ്പിക്കുകയും വേണ്ട, ആരാധനയ്ക്ക് വരുന്നവരെ തടയുകയും വേണ്ട. ആ വിഗ്രഹം വീണതോടെ അവിടെ വരുന്ന ആൾക്കാർ അവരൊക്കെ ഇപ്പം പള്ളിയിൽ വരിക. മനസ്സിലായില്ലേ? പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന നിനക്ക് മുമ്പിൽ ചില ഉഗ്രമൂർത്തികൾ മൂക്കും കുത്തി വീഴുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ തയ്യാറാണോ സഹോദര, സഹോദരി? നിനക്ക് മുമ്പിൽ നിൻ്റെ വഴിമുടക്കി നിൽക്കുന്ന, നിൻ്റെ സന്തോഷങ്ങൾക്ക്, നിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന ചില ഉഗ്രമൂർത്തികൾ അവിടെ ആ ജോലി സ്ഥലത്ത് തുടരുവാൻ ഇടവരുത്താത്ത വിധത്തിൽ പല നിലകളിലാണ് പ്രശ്നം. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. മാനസികമായിട്ട് ടെൻഷൻ അടുപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്, വാക്കുകൾ കൊണ്ട് വേദനപ്പെടുത്തുന്നുണ്ട്, നിനക്ക് വിരോധമായി പലതും പറഞ്ഞ് നിന്നെ അവിടെ ഒരു വില്ലനാക്കി ചിത്രീകരിക്കുന്നുണ്ട്, ശാരീരികമായി നിന്നെ ബലഹീനപ്പെടുത്തുന്നുണ്ട്. എന്ത് സംഭവിച്ചാലും ആകാശം ഇടിഞ്ഞു വീണാൽ ഞാനൊരു വിരൽ കൊണ്ട് താങ്ങി നിർത്തുമെന്ന് പറഞ്ഞാൽ നീ ചെറിയ പ്രശ്നത്തിന് മുമ്പിൽ പോലും ഭയന്നു പോകുന്നു, ടെൻഷനാകുന്നു. അർത്ഥാൽ മാനസികമായുള്ള നിൻ്റെ ധൈര്യത്തെ തകർത്ത് കളയുന്നു. ആണേ സഹോദരി? അതല്ലേ ഇപ്പോൾ വല്ലാത്ത ചെറിയ കാര്യം മതി വല്ലാത്ത പേടിയാണ്. BP ഒക്കെ കൂടുന്നു, ഹാർട്ട് ബീറ്റ് അധികരിക്കുന്നു. കേൾക്ക്, ആ മൂർത്തി ഉണ്ടല്ലോ, ആ മൂർത്തി പ്രാർത്ഥിക്കുന്ന നിനക്ക് മുമ്പിൽ, പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന നിൻ്റെ ദൈവത്തിന് മുമ്പിൽ മൂക്കം കുത്തി വീഴുവാൻ പോകുക. താങ്ക് ലോർഡ്. നീ ഓടത്തില്ല. നിന്നെ ഓടിക്കുവാൻ നോക്കുന്നവർ അവിടെ നിന്ന് ഓടും. മാതാവേ, നിൻ്റെ തലമുറകളെ അവിടെ നിർത്തത്തില്ല എന്ന്. ഈ വിധത്തിലാണ് വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് ഒപ്പമുള്ളവരെ അവർക്ക് ശത്രുക്കളാക്കി, മാനസികമായ അവരെ നിരാശപ്പെടുത്തി, വയ്യ അമ്മ എനിക്കിനി പറ്റത്തില്ല, എന്ത് കാര്യമുണ്ടായാലും ധൈര്യത്തോടെ നിൽക്കുന്ന പിള്ളേരാ. ആണേ, നിൻ്റെ കോൺഫിഡൻസ് തന്നെ അതായിരുന്നു. എന്ത് കാര്യമുണ്ടെങ്കിലും എൻ്റെ പിള്ളേർ ധൈര്യത്തോടെ നിൽക്കും. അവൾ ഒരു പെങ്കൊച്ചാണെങ്കിലും ഒരു ആൺ ചെറുക്കനെ പോലെയാണ് ഞാൻ വളർത്തിയത്. അവൾ എന്തും ഫേസ് ചെയ്യും. പക്ഷേ ഇപ്പോൾ അവൾ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് തളർന്നു പോവുകയാണ്, ചോർന്നു പോവുകയാണ്. അവളുടെ ധൈര്യമൊക്കെ അങ്ങ് ചോർന്നു പോവുകയാണ് അല്ലേ? കേൾക്ക്, അവൾക്ക് മുമ്പിൽ, പ്രാർത്ഥിക്കുന്ന നിനക്ക് മുമ്പിൽ അവൾ അവിധത്തിൽ ചോർത്തിക്കളയുന്ന ആ ഉഗ്രമൂർത്തി, ആ പൈശാചിക മണ്ഡലം മൂക്കുകുത്തി വീഴുവാൻ പോവുക. ആ ഭവനത്തിൽ നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഉറച്ചു നിന്നാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. തുടക്കത്തിൽ ഒരു പുതിയ വീട്ടിലോട്ട് പോകുമ്പോൾ അവിടുത്തെ അന്തരീക്ഷവുമായിട്ട് പറ്റിച്ചേരുവാൻ കഴിയാതെ ചില ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, ചില ചെറിയ ചെറിയ ഇഷ്ടാനിഷ്ടങ്ങൾ, അതേ ഉള്ളൂ. കേൾക്ക്, നിൻ്റെ മകളെക്കുറിച്ചാണ് പറയുന്നത്, അതേ ഉള്ളൂ. പക്ഷെ അവൾ ചോർന്നു പോവുകയാണ്. അവളെ ചോർത്തിക്കളഞ്ഞ് അവിടെ നിന്ന് ഓടിക്കുവാൻ വേണ്ടി ആഭിചാരങ്ങളിലൂടെ, ക്ഷുദ്രപ്രയോഗങ്ങളിലൂടെ എഴുന്നേൽക്കുന്ന ചിലർ, അവർക്ക് ആ ശക്തി നൽകുന്ന ഉഗ്രമൂർത്തി നിൻ്റെ തലമുറയ്ക്ക് മുമ്പിൽ മൂക്കം കുത്തി വീഴുവാൻ പോകുക. ആമേൻ, സ്തോത്രം. നിനക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? കൂട്ടുകാരില്ലെന്ന് പറഞ്ഞ് മോള് തിരിച്ചു വരാൻ വേണ്ടി. ആമേൻ, സ്തോത്രം. അവൾക്ക് അങ്ങനെ ഒരു വിഷയമല്ല, കൂട്ടുകാരൊന്നും അവളുടെ വിഷയമല്ല. പക്ഷേ ഇപ്പോൾ അവളങ്ങ് ചോർന്നു പോവുകയാണ് മാനസികമായിട്ട്. അതാ ഏറ്റവും വലിയ പ്രശ്നം. അതാ, മാനസികമായിട്ട് ധൈര്യമില്ല. അറിയാം, ഉറച്ചു നിന്നാൽ എൻ്റെ ഭർത്താവ് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ മാറും, എൻ്റെ കുടുംബം മാറും. കാരണം അല്ലേ സഹോദരി, നീ ദൈവഭയത്തിൽ ജീവിച്ച ഒരു മകളാണ്. നീ പ്രാർത്ഥനയോടെയും വചനധ്യാനത്തോടും ഉപവാസത്തോടും ഒക്കെ ജീവിതം മുൻപോട്ട് കൊണ്ടുവന്നവളാണ്. അപ്പോൾ നിനക്കറിയാം ദൈവം നിൻ്റെ ജീവിതത്തിൽ ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല, ഇതൊക്കെ മാറും, ഈ അവസ്ഥ മാറും. പക്ഷേ ചോർന്നു പോവുക, ആ ധൈര്യം എല്ലാം ചോർന്നു പോകുക. അങ്ങനെ പെട്ടെന്ന് ചോർന്നു പോകുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. കേൾക്ക്, അതെ, നീ ചോർന്നു പോകുവാൻ നിൻ്റെ ദൈവം അനുവദിക്കത്തില്ല. പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ ഉറച്ചു നിൽക്കുവാൻ നീ തയ്യാറാകുമോ? നിനക്ക് മുമ്പിൽ നിന്നെ ആ ഭവനത്തിനകത്തുനിന്ന് ഓടിക്കുവാൻ ശ്രമിക്കുന്ന ഉഗ്രമൂർത്തി മൂക്കും കുത്തി വീഴുവാൻ പോകുക. അവിടെ ബിസിനസ് ചെയ്ത് മുൻപോട്ട് പോകുവാൻ അനുവദിക്കത്തില്ല എന്ന് മാനസികമായി നിന്നെ തളർത്തിക്കളയുന്ന ഒരു, മുമ്പൊക്കെ ആണെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും ധൈര്യമായിട്ട് നിന്ന് പറയും. നീ ഉറച്ചു നിന്ന് പറഞ്ഞാൽ അവർ ഇനിയും സാവകാശം തരും. കാരണം അവർക്കറിയാം നീ ചെയ്യും, നീ തിരിച്ചു കൊടുക്കും. പക്ഷേ ആ ഉറപ്പ് നിനക്കില്ല. അവരെ കാണുമ്പോൾ തന്നെ നീ ചോർന്നു പോവുക. കടക്കാരുടെ മുമ്പിൽ ചോർന്നു പോകുന്നവർ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. കേൾക്ക്, ഇനിയും അങ്ങനെ ചോർന്നു പോയി മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് നീ നിൽക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ കടക്കാരനാക്കിയ, നിന്നെ ബാധ്യതക്കാരനാക്കിയ, ഒന്നുമില്ലായ്മയിലേക്ക് നിന്നെ വലിച്ചു കൊണ്ടുപോകുന്ന ആ ഉഗ്രമൂർത്തി മൂക്കുകുത്തി നിനക്ക് മുമ്പിൽ വീഴുവാൻ പോകുക. നോക്കൂ, ഇവിടെ ദാഗോൻ എന്ന് പറഞ്ഞാൽ ഒരു ഫെലിസ്ത്യരുടെ ഒരു ദൈവസങ്കല്പമാണ്, അല്ലെങ്കിൽ ഒരു മൂർത്തി, ഉഗ്രമൂർത്തിയാണ്. പകുതി
മത്സ്യത്തിൻ്റെ തലയും പകുതി മനുഷ്യൻ്റെ ഉടലുമുള്ള ഒരു ഉഗ്രമൂർത്തി. ഇത് ഈ കടലുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് വാസം ഉറപ്പിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ സാക്ഷ്യത്തിലേക്ക് ഇതിനെ കണക്ട് ചെയ്ത് തരാം. നമ്മുടെ ആ പ്രദേശം അങ്ങനെയുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ ഈ കടലിൽ പോകുന്ന അരയന്മാരൊക്കെ ഉണ്ടല്ലോ, കടലിലൊക്കെ പോകുന്ന ആൾക്കാർ, അവർ കടലിൽ പോകുമ്പോൾ തിരിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് മുൻപിലാണ് ആൾക്കാർ ഈ പൂജകളൊക്കെ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഇതൊരു യൂണിവേഴ്സലായിട്ടുള്ള സംഭവമാണ് കേട്ടോ. പിശാചെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തുള്ളതല്ല, അത് യൂണിവേഴ്സലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുക ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളോ അത് അങ്ങ് അവിടെ ദൂരെയുള്ള അതൊന്നുമല്ല, അത് മൊത്തത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് അവിടെയുള്ള നമ്മൾ പുരാവസ്തു ഖനനങ്ങളിലൂടെ മാത്രം തിരിച്ചറിഞ്ഞ കാര്യങ്ങളെ നമ്മുടെ തൊട്ടടുത്തൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അന്ന് അവിടെ ഫെലിസ്തീയർ കടലിലൂടെ വരുന്നവരെ, കടലിലേക്ക് ഇറങ്ങുന്നവരെ തകർത്ത് കളയുവാൻ സേവിച്ചിരുന്ന മൂർത്തി ഇന്നും അനേകരെ തകർത്ത് കളയുവാൻ വേണ്ടി പലയിടങ്ങളിൽ നിൽപ്പുണ്ട്. ആമേൻ. അന്ന് ദൈവജനത്തിന് മുമ്പിൽ മൂക്കും കുത്തി വീണ ആ മൂർത്തി ഇന്നും പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന നിനക്ക് മുമ്പിൽ മൂക്കും കുത്തി വീഴുവാൻ റെഡിയാണ്. ഓ താങ്ക് യു ലോർഡ്. ഉപവസിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? ഇറങ്ങുന്ന വഴികളിൽ നശിച്ചു പോകുവാൻ, ഒന്നിനും പൂർത്തീകരണം ഉണ്ടാക്കി മടങ്ങി വരാതിരിക്കുവാൻ തക്കവണ്ണം ആ വെല്ലുവിളി ഉയർത്തുന്ന ആ ശക്തി, ആ ഉഗ്രമൂർത്തി, ആ പിശാചിൻ്റെ അത് തന്നെ നിനക്ക് മുമ്പിൽ വീണ് അല്ല മൂക്ക് കുത്തി വീഴും. അപ്പോൾ റെഡിയാണോ? കോണ്ടാക്ട് ചെയ്തോ. ഉപവസിച്ച് നിങ്ങളുടെ വഴികളെ പകുതി വഴിയിൽ അവസാനിപ്പിക്കുന്ന, ഒന്നും പൂർത്തീകരിച്ച് കാണുവാൻ ഇടവരാത്ത അനുഭവത്തെ ഉണ്ടാക്കുന്ന ആ ഉഗ്രമൂർത്തിയെ ജയിക്കുവാൻ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങൾക്ക് ഉപവസിക്കുവാൻ കഴിയും. അതുപോലെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളിലും നമുക്ക് രാവിലെ വചന ശുശ്രൂഷയുണ്ട്, വൈകുന്നേരമുണ്ട്. ലൈവാണ് പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും. വെള്ളിയാഴ്ച ഞായറാഴ്ച സഭയുടെ മീറ്റിംഗ് ഉണ്ട്. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ചു. അപ്പോൾ നിങ്ങൾ കടന്നു നോക്ക്. പരിശുദ്ധാത്മ നിറവിലുള്ള ഒരു ദൈവിക നിയോഗം പ്രാപിച്ച് മുന്നേറുവാൻ ഉതകുന്ന ദൈവിക വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കി മാറ്റുന്നൊരു ശുശ്രൂഷ അനുഭവം നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, മുൻപോട്ട് ഇറങ്ങുന്ന വഴികളിൽ ജയം പ്രാപിക്കുവാൻ, നല്ലത് അനുഭവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ദുഷ്ടമനുഷ്യരുടെയും അസൂയാലുക്കളുടെയും മുൻപിൽ അവർ സേവിക്കുന്ന ഉഗ്രമൂർത്തികൾക്ക് മുമ്പിൽ തകർന്നു പോകുന്നവർ, ഇവരെ അങ്ങ് പുറത്തു കൊണ്ടുവരണമേ യേശോപ്പ. തൊഴിലിടത്തിൽ ഇവർ അനുഭവിക്കുന്ന എല്ലാ പൈശാചികമായ സ്വാധീനങ്ങളും ബാധിപ്പുകളും വിട്ടുമാറട്ടെ. തൊഴിൽ സാഹചര്യങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. വിദേശങ്ങളിൽ കടന്നു പോകുവാനും അനുഗ്രഹിക്കപ്പെട്ട തൊഴിലുകൾ കണ്ടെത്തുവാനും കഴിയാത്ത വിധത്തിൽ പ്രതിസന്ധികളിലായി പോകുന്നവർ, അതിന് പിന്നിലെ പൈശാചിക സ്വാധീനങ്ങൾ അഴിയട്ടെ. പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്നവർക്ക് മുമ്പിൽ ആ പൈശാചിക സ്വാധീനങ്ങൾ തകർക്കപ്പെടട്ടെ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. PR ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. വിദേശങ്ങളിലെത്തിയിട്ടും ആഗ്രഹിച്ചതുപോലൊരു ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയാതെ ആയിരിക്കുന്നവർ, അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇതിവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. ഓ ത്യാഗികൾ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബത്തിനകത്ത് കലക്കവും ഉണ്ടാക്കുന്ന പൈശാചിക സ്വാധീനങ്ങൾ വിട്ടുമാറട്ടെ. തലമുറകളുടെ വിദ്യാഭ്യാസത്തെ, ഭാവിയെ തകർക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ വഴിയട്ടെ. കടത്തിൽ മുക്കിക്കളയുന്ന, ധൈര്യമില്ലാതാക്കുന്ന ആ പൈശാചിക സ്വാധീനം വിട്ടുമാറട്ടെ. ഉറപ്പും ധൈര്യമുള്ളവരായി തീരട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. ഭവനങ്ങൾ വാങ്ങട്ടെ. വലുതും ചെറുതുമായ എല്ലാ വെല്ലുവിളികളും യേശുവിൻ നാമത്തിൽ ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അഴിഞ്ഞു മാറട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക മാത്രമല്ല, ഈ മെസ്സേജ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുക. പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങളും ചേർന്ന് നിൽക്കുക, അവരെയും ചേർത്ത് നിർത്തുക. പ്രൈസർ ഫാമിലിക്കൊപ്പം ഉപവസിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി ഉപവസിക്കുവാൻ കോൺടാക്ട് ചെയ്യുക. എന്നാൽ നാളെ ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമല്ലേ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയ്ക്കും ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും
ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.